ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് UAE OPEC എന്ന് പറയുന്ന ഗ്ലോബൽ ഓയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാർട്ടലിൽ നിന്നും മെയ് 1 തീയതി മുതൽ നാളെ മുതൽ അവർ OPECൽ നിന്നും പുറത്തു പോവുകയാണെന്ന് ഒഫീഷ്യലായിട്ട് UAE അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നമുക്കൊരു OPECൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ OPECൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാർട്ടൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് മിഡിൽ ഈസ്റ്റിലെ മാത്രമല്ല മറ്റ് പല ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിന് അതിൽ മെമ്പേഴ്സുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയുടെ ഒരു ഡിഫാക്റ്റോ ലീഡർ സൗദിയാണ് ഇത് ഫോം ചെയ്ത് അന്ന് മുതൽ. കാരണം സൗദിയാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒരു ബിഗ് ബ്രദറായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ഗോഡ് ഫാദർ സ്റ്റാറ്റസ് ആയിരുന്നു സൗദിക്ക് വളരെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഐക്യേഷനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്നില്ല, അത് മാറി തീർച്ചയായിട്ടും നല്ല. അപ്പോൾ OPEC രൂപീകൃതമായത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ഒക്കെ തന്നെ പ്രത്യേകിച്ച് 7 പ്രധാനപ്പെട്ട ഓയിൽ ജയൻസ്, അതായത് എക്സോൺ, പിന്നെ ഷെൽ, അങ്ങനെയൊക്കെ പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫ്രാൻസിലെ ടോട്ടൽ എനർജി, ബ്രിട്ടീഷ് പെട്രോളിയം എന്നൊക്കെ പറയുന്ന 7 പ്രധാനപ്പെട്ട വളരെ നമുക്ക് ജയൻ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 7 സിസ്റ്റേഴ്സിൻ്റെ, അതുപോലെ മറ്റ് നോൺ മിഡിൽ ഈസ്റ്റിലല്ലാത്ത രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഈ പറഞ്ഞ ഈ എനർജി മാർക്കറ്റിൽ അവരുടെ അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിട്ടൂരത്തെയൊക്കെ തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നും പുറത്ത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിലുള്ള ഓർഗനൈസേഷനായിട്ടാണ് OPECനെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആയിരിക്കും. അപ്പോൾ 1960 സെപ്റ്റംബർ 14 ഇത് ഫോം ചെയ്തത്. അന്ന് ഫോം ചെയ്തത് പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളായിരുന്നു: ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, വെനിസ്വേല നമുക്കറിയാം ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 12 മെമ്പേഴ്സുണ്ട് അതിൽ, OPECനകത്തിൽ. ഇപ്പോൾ UAE ഒക്കെ കൂട്ടി 12 മെമ്പേഴ്സുണ്ട്. അതായത് അൾജീരിയ, കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, ഗബോൺ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ, നൈജീരിയ, സൗദി അറേബ്യ, UAE, വെനിസ്വേല, ഇത്രയും രാജ്യങ്ങളിപ്പോൾ ഉണ്ട്. നാളെ UAEനകത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ UAE ഇതിനകത്ത് കാണത്തില്ല, ബാക്കി 11 രാജ്യങ്ങൾ അതിനകത്തിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1960 ഇത് ഫോം ചെയ്തത്. 1960 ഫോം ചെയ്ത് ഈ 5 രാജ്യങ്ങളാണ്. അന്ന് UAEനകത്തിലായിരുന്നു. ഒരു ഫൗണ്ടിങ് മെമ്പർ അല്ല UAE ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. UAEനകത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തത് 1967 അന്ന് എമിറേറ്റ്സ് ഓഫ് അബുദാബിയിൽ കൂടാണ് OPECനകത്തിൽ. അന്ന് ശരിക്കും പറഞ്ഞാൽ UAE എന്ന് പറഞ്ഞ രാജ്യം ഫോം ചെയ്തിട്ടില്ലായിരുന്നു. 1967 ജോയിൻ ചെയ്തത്. അന്ന് അബുദാബിയാണ് ശരിക്കും പറഞ്ഞാൽ. അബുദാബി എമിറേറ്റ്സ് ആണ്. അന്ന് UAE ഉണ്ടായിട്ടില്ല. UAEയുടെ ഭാഗം നമുക്ക് UAE എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിട്ടില്ല, എമിറേറ്റ്സായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അബുദാബി എമിറേറ്റ്സ് 1967 ആണ് ഈ പറഞ്ഞ OPECനകത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 1971 UAE ഫോം ചെയ്തപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. ഇതുവരെ നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങളായിട്ട് UAEനകത്തിൽ വളരെ ആക്റ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെമ്പറായിട്ട് തന്നെ നിലകൊള്ളുകയായിരുന്നു. കാരണം മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ OPEC രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 3ാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയായിട്ട് UAE നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കതിനകത്തിൽ സൗദിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യമായതുകൊണ്ട് സൗദിക്കായെന്ന് നമുക്കറിയാം. സൗദി വലിപ്പം കൊണ്ടും മറ്റെല്ലാ കാര്യം കൊണ്ടും മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റുന്ന റീജിയനിലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബിഗ് ബ്രദറായിട്ട് തന്നെ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങളിലേക്ക് തന്നെ ഒരു ബിഗ് ബ്രദറായിട്ട് തന്നെ അതുപോലെ തന്നെ OPECനകത്തിലെ ഒരു ഡിഫാക്റ്റോ ലീഡറായിട്ടും, കാരണം വലിയ രാജ്യമായിരുന്നു, പവർഫുൾ രാജ്യമായിരുന്നു, റിച്ചായിട്ട്. അന്നൊക്കെ നേരത്തെ സൗദിയായിരുന്നു റിച്ചായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു ഇക്വേഷനും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റീജിയണൽ ഇക്വേഷനൊക്കെ ഇപ്പോൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം സൗദിക്ക് ആ ഒരു
പവറൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുതിയ പുതിയ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങൾ, ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ റിച്ച് ആകുകയും വെൽത്തി ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇക്വേഷൻസ് അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ റീജിയനായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത്, നമുക്ക് ആ ഒരു സീനൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ UAE ഒപ്പക്കിന് വെളിയിൽ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കതിനകത്തിൽ അതിൻ്റെ പൊതുവേ നമ്മൾ എല്ലാ റിപ്പോർട്ടുകളും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയും UAEയും തമ്മിലുള്ള റൈവലറിയുടെ അടിസ്ഥാനത്തിലാണ്. റൈവലറി മീൻസ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. യമനിലായാലും സുഡാൻ, അതുപോലെ തന്നെ സൊമാലിയ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പുകളെ അവർ വ്യത്യസ്തമായിട്ടുള്ള പ്രോക്സീസിനെയും മിലിറ്റൻസിനെയും ഒക്കെ തന്നെ അവർ എന്താണ് പറയുന്നത് പ്രോപ്പപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും, അപ്പോൾ ഒരു പ്രോക്സി വാർ ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പം സൗദിക്ക് UAEയെ മറികടന്ന് മിഡിൽ ഈസ്റ്റിലെ ഈ നമ്പർ 1 എന്താണ് പറഞ്ഞത്, ഇപ്പോൾ UAE ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് വരുവാൻ വേണ്ടി സൗദി വെമ്പൽ കൊള്ളുകയാണ്. അവരുടെ വിഷൻ 2030 എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ഇപ്പോൾ പുതിയ മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സൗദിക്കുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ സൗദിയെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫിയേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ UAEക്ക് അവരുടെ നമ്പർ 1 സ്ലോട്ട് ഈ പറഞ്ഞ നമുക്കറിയാം ആ ഒരു പൊസിഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി UAE പരമാവധി അവരെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സൗദി UAE റൈവലറിയുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ UAEനകത്തിൽ നിന്ന് പുറത്ത്, കാരണം ഈ കാർട്ടലിനകത്തുള്ള പ്രശ്നമല്ല, ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങൾക്ക് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുകയാണ്. കാരണം ഈ പറഞ്ഞ ഈ ഒപ്പക്കിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്യുന്ന കോട്ടയുണ്ട് ഓരോ രാജ്യത്തിനും. ആ രാജ്യത്തിൻ്റെ കോട്ടയനുസരിച്ച് മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം അവർക്ക് എന്നാൽ മാത്രമേ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും, കാരണം സൗദിയാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ലീഡർഷിപ്പ്. സൗദി പറയുന്നതിനനുസരിച്ചാണ് സൗദിയുടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ അതിനകത്തിലെ പവർഫുള്ളായിട്ടുള്ള രാജ്യമായതുകൊണ്ട് സൗദി പറയുന്നതിനനുസരിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒപ്പക്കിനകത്തിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും UAE പോലുള്ള രാജ്യത്തിനൊക്കെ തന്നെ ഇപ്പോൾ അവർ കൂടുതൽ വളർന്നു വരികയും റിച്ചാകുകയും വെൽത്തി ആവുകയും അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസിയും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തിൽ നിന്ന് അവർക്ക് അവരുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഈ ഒപ്പക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് പുറത്താകുന്നത്. അപ്പോൾ അത് ഓരോ രാജ്യത്തിനും കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ട അവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോട്ട, ഇപ്പോൾ ഒരു രാജ്യത്തിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിലും അവർക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന കോട്ടയ്ക്കകത്തിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനകത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് രാജ്യങ്ങൾ തമ്മിൽ. കാരണം ഈ കോട്ട അനുസരിച്ചൊന്നുമില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം, അത് വേറൊരു സത്യം തന്നെയാണ്. കാരണം അതൊന്നും തീർച്ചയായിട്ടും നടക്കത്തൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു ഫോർമലായിട്ടുള്ളൊരു കോട്ട ഫിക്സിങ് സമ്പ്രദായത്തിലുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ പ്രൈസിനകത്തിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം സപ്ലൈ കൂടുതലായി കഴിഞ്ഞാൽ പ്രൈസ് കുറയും. അമിതമായിട്ടുള്ള സപ്ലൈ, ഇപ്പോൾ ഓരോ രാജ്യം അവർക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓയിലിൻ്റെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് പെർ ബാരലിനകത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനം താഴേക്കുണ്ട്. നമുക്കതിന് കൂടുതൽ സപ്ലൈ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൗദി പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം സൗദിയെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇത് അല്പം കൂടെ കഴിഞ്ഞ് നമുക്ക് പറയാം. അപ്പോൾ തൽക്കാലം UAE ഒപ്പക്കിനകത്തിൽ നിന്ന് തീർച്ചയായിട്ടും നാളെ ഒഫീഷ്യലായിട്ട് അവർ ഔട്ട് എന്നുവെച്ചാൽ പുറത്ത് പോകും. ഇനി അവർ ഒപ്പക്കിനകത്തിലൊരു മെമ്പർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പക്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിനകത്തിൽ ചില ഈ UAEയുടെ ശരിക്കുള്ള അവരുടെ നാഷണൽ എന്താണ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി അല്ലെങ്കിൽ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ മുൻനിർത്തിയാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഈ രാജ്യം അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ തീർച്ചയായിട്ടും. അതല്ല സൗദിയും UAEയും തമ്മിൽ ഇപ്പോൾ നമുക്കറിയാം വളരെ സിവിയറായിട്ടുള്ള കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൗദിയുടെ തിട്ടൂരം അനുസരിച്ച് UAE ഇനിയും ആക്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു തിട്ടൂരം അനുസരിച്ച് UAEക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ളൊരു തീരുമാനം കൂടെ ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ ഈ ഇറാനും US ഇസ്രായേൽ വാർ അഗൈൻസ്റ്റ് ഇറാൻ, അത് തീർച്ചയായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെ സാമ്പത്തികമായിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തന്നെ ഒത്തിരി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ
ഈ വരുമാന സ്രോതസ്സുകളൊക്കെ തന്നെ മുടങ്ങുകയൊക്കെ ചെയ്തിരിക്കുന്ന, അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അവർക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ഇക്കണോമിക് ക്രൈസിസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ് ഈ ഒരു വാറ് അവർക്ക് സമ്മാനിച്ചെന്ന് പറഞ്ഞാൽ. അത് വളരെ ഹ്യൂജായിട്ടുള്ള എന്താണ് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറും അമേരിക്കൻ ബേസസ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇറാൻ പിന്നെ വ്യാപകമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള നമുക്കിപ്പോൾ യുദ്ധം നടന്ന സമയത്ത് അവർ റിപ്പോർട്ടിൽ പറയുന്നത് അവർ പിന്നെ മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഡ്രോണിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അവിടെ ഡെബ്രി വീണു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചീളോ കഷ്ണമൊക്കെ വീണു, അത്രമാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കത്തുള്ളൂ. എന്നിരുന്നാലും വളരെ പിന്നെ എന്താണ് പറയുന്നത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിലേറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് UAE ആണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇറാൻ ഏറ്റവും കൂടുതൽ ഡ്രോണുകളും മിസൈലുകളും അയച്ചതും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും UAE ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള പിന്നെ കോസ്റ്റ് അല്ലെങ്കിൽ ലോസസ് എന്ന് നമുക്ക് പറയുന്ന ഇക്കണോമിക് കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഒരുപക്ഷെ UAEക്കായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി അവരുടെ മുമ്പോട്ടുള്ള ഒരു അപ്പം നമ്മൾ UAE സംബന്ധിച്ച് നമുക്കറിയാം ഈ UAE ടാർഗറ്റ് ചെയ്ത് ഇറാൻ്റെ മിസൈൽസും ഡ്രോൺസും ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വെച്ച് ടാർഗറ്റ് ചെയ്തെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ UAEക്ക് അല്ലെങ്കിൽ ദുബായ്ക്ക് UAEയിൽ പ്രത്യേകിച്ച് ദുബായ്ക്ക് ഉണ്ടായിരുന്നൊരു പിന്നെ അപ്പീലുണ്ടായിരുന്നു. അപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ടൂറിസത്തിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ട്രേഡിൻ്റെയും ഒക്കെ തന്നെ ഒരു ഹബ്ബായിട്ട് വളർന്ന് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പ്ലേസായിട്ട് ദുബായ് എസ്പെഷ്യലി UAE മാറിക്കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ ഒരു പിന്നെ ഇറാനായിട്ടുള്ള യുദ്ധത്തിൽ ഈ പറഞ്ഞ ഇറാൻ്റെ ആക്രമണത്തിന് ഈ UAE പ്രത്യേകിച്ച് അബുദാബി UAE ഒക്കെ ദുബായ് ഒക്കെ തന്നെ ഈ ആക്രമണത്തിന് വിധേയമായത് അവരുടെ ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ അവർക്കുണ്ടായിരുന്ന ഇമേജിനെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. കാരണം നമുക്കറിയാം അതിപ്പോൾ ഏത് സ്ഥലമായാലും ശരി അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള യുദ്ധം നേരത്തെ വളരെ സേഫായിരുന്നു, വളരെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നെ പീസ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറയുന്നൊരു സ്ഥലം പെട്ടെന്നൊരു വാർ സോണായി മാറുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പിന്നീട് അതിൻ്റെ ഇമേജിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുക റീഇമേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഇക്വേഷൻ മാറിയില്ലെങ്കിൽ എന്നുവെച്ചാൽ ഇറാൻ ഇതുപോലെ തന്നെ നിലനിന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയും ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാം. അപ്പോൾ ഈ സ്ഥലം സേഫ് അല്ല, പ്രൊട്ടക്റ്റഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്കിവിടെ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ഒന്നും ജനങ്ങൾ എന്നാലും ഈ കണ്ടീഷൻസ് മാറും ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും നോർമൽസിയിലേക്ക് ജനങ്ങൾ വരും. എന്നിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു പിന്നെ ഫിയർ ഫാക്ടർ കാണും. അപ്പോൾ അത് തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സെനാറിയോ സൃഷ്ടിക്കാൻ അത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഈ ദുബായും അബുദാബിയും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അപ്പീൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തോടുകൂടി അതിനകത്തൊരു ആ ഡൈനാമിക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അത് എലോങ് വിത്ത് അവർക്കുണ്ടായിട്ടുള്ള ഇക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ലോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പിന്നെ യുദ്ധം നടക്കുമ്പോഴും പല GCC രാജ്യങ്ങളും ഇറാനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ UAE ആണ് അന്നേരം കടുത്തൊരു നിലപാടെടുത്തത്. കാരണം ഇത്രയും പിന്നെ പ്രഹരം ഇറാനിൽ നിന്നും അവർക്ക് ഏൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹോക്കിഷായിട്ടുള്ള വളരെ എന്താണ് പറയുന്നത് ഈ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് അന്നേരം എടുത്തത് UAE ആണ്. കാരണം അമേരിക്കയോടും ഇസ്രായേലിനോടും ഈ യുദ്ധം തുടരാനും ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാനും ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും കോൺക്വർ ചെയ്യാനും ഒക്കെ ഈ UAEയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടും അല്ലാതെ നിന്നൊക്കെ തന്നെ ചില എന്താണ് പറയുന്നത് അപ്രോച്ചസ് അല്ലെങ്കിൽ അങ്ങനൊരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. മറ്റ് GCC രാജ്യങ്ങൾ പൊതുവെ ഈവൻ സൗദിയൊക്കെ തന്നെ ആയാലും ശരി അത്രയും ഹോക്കിഷായിട്ടുള്ള അത്രയും അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാത്തപ്പോൾ പോലും UAE ആണ് ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ വളരെ കടുത്ത നിലപാടെടുത്ത ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇത് ഈ ചിക്കൻ
ആണോ എഗ്ഗാണോ ആദ്യം ഉണ്ടായത്? ഈ ഹോക്കിഷായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണോ ഇറാൻ കൂടുതൽ അറ്റാക്ക് ചെയ്തത്, അതോ ഇറാൻ അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ കൂടുതൽ ഈ UAE അഗ്രസീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ കീറിമുറിച്ച് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്കറിയാം ഇസ്രായേലും UAEയും തമ്മിലുള്ള റിലേഷൻസ് പ്രത്യേകിച്ച് എബ്രഹാം അക്കോണിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ അതിൻ്റെ ട്രാജക്ടറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ അയൺ ഡോമും അതുപോലെ തന്നെ അവരുടെ ഫോഴ്സിനെയൊക്കെ തന്നെ UAEയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അയൺ ഡോമാണ് അവർക്ക് കൂടുതൽ ഇറാനിൽ നിന്നും വർഷിക്കപ്പെട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ UAEയെ സഹായിച്ചത്. അപ്പോൾ അങ്ങനെ UAEക്ക് ഇസ്രായേലിനോട് വളരെ തീർത്താൽ തീരാത്തൊരു കടപ്പാടുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ GCCയിലുള്ള മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗദിയൊക്കെ വളരെ ശരിക്കും പറഞ്ഞ ഒരു ഷേക്കൺ ചെയ്യുന്ന റാറ്റിൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം UAEയിലേക്ക് ഇസ്രായേലിൻ്റെ ഇത്രയും വളരെ പവർഫുള്ളായിട്ടുള്ള സാന്നിധ്യമൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഇസ്രായേലുമായിട്ട് റിലേഷൻസ് ഒരു ഫുൾ ഫ്ലഡ്ജ് നോർമലൈസേഷനിലേക്ക് ഇതുവരെ വരുത്താത്ത സൗദി പോലുള്ള രാജ്യം പ്രത്യേകിച്ച് റീജിയണൽ ഹെജിമോണി അല്ലെങ്കിൽ റീജിയണൽ പവറായിട്ട് സൂപ്പർ പവറായിട്ട് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ റീജിയണൽ ലീഡറായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്ന സൗദിയൊക്കെ തന്നെ ഇത് വളരെ അലോസരപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പൊതുവേ UAE ഇപ്പോൾ അവരൊരു കണ്ണിലെ കരടായിട്ടാണ് ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അത് വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കോൾഡ് വാർ തീർച്ചയായിട്ടും MBSഉം MBZഉം തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ ഈ ഗൾഫ് രാജ്യങ്ങൾ GCCയിലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ഒരു പീസ്ഫുൾ അപ്രോച്ചിന് വേണ്ടി സമീപിച്ചപ്പോൾ UAE മറിച്ചാണ് അവരുടെ നിലപാടെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ UAE പല ഈ GCC രാജ്യങ്ങളെയൊക്കെ തന്നെ അവർ വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കാര്യമായിട്ടുള്ള എന്നുവെച്ചാൽ ഇത്രയും അറ്റാക്ക് നേരിട്ടൊരു രാജ്യം GCCയിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിനെ അതിലൊരു മെമ്പറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ശരിക്കുള്ളൊരു ഉത്തരവാദിത്തമാണ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു എന്താണ് പറയുന്നത് ശരിക്കുള്ള നിയമം അങ്ങനെയാണ്. നമുക്ക് ഫോർമലായിട്ടുള്ള ഗ്രൂപ്പാണല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GCC എന്ന് പറയുന്നത് ഫോർമലായിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ചില എന്താണ് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്സിൻ്റെ ഒക്കെ ചില റൂൾസ് ഉണ്ട് ചിലപ്പോൾ. അപ്പോൾ UAE പറയുന്നത് ഇത്രയൊക്കെ അധികം അറ്റാക്ക് നേരിട്ടൊരു രാജ്യമെന്ന രീതിയിൽ GCC മറ്റ് രാജ്യങ്ങളിൽ നിന്നും കാര്യമായിട്ടുള്ള സഹായങ്ങൾ UAEക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് UAEയുടെ ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്. അപ്പം UAE സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്രയും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഇറാൻ അടച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ എനർജി എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എനർജി എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ റവന്യൂ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ UAEക്കകത്തുള്ള അവരുടെ റിച്ചായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഇലീറ്റ്സ് എന്നുവെച്ചാൽ സമ്പന്ന വർഗം തീർച്ചയായിട്ടും ഇറാൻ ഇവിടെ വളരെ ശക്തിയായിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമായിട്ട് നിലനിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇറാനെ ഏത് രീതിയിലും നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് UAEയുടെ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള പോളിസി ആണെന്ന് നമുക്ക് പറയാൻ കൃത്യമായിട്ട് പറ്റത്തില്ലെങ്കിൽ തന്നെയും അവരുടെ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വെൽത്തി ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ആൾക്കാർ അവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രസ്താവനകളും നിലപാടുകളൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും UAEയുടെ ഒരു സ്റ്റാൻഡ്. അപ്പോൾ UAEയുടെ അകത്തുനിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന അറബ് ലീഗിനകത്തിൽ നിന്ന് അവർ വലിയ പ്രതീക്ഷയൊന്നുമില്ല UAEക്ക്. 10-22 മെമ്പേഴ്സുള്ള ഒരു ഓർഗനൈസേഷനാണ് അറബ് രാജ്യങ്ങളുടെ. പക്ഷേ GCCയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻ്റാണ് അവർ പറയുന്നത്. ആര് പറയുന്നത്? UAE ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ ഒരു പക്ഷേ ഒരു കാരണമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിപ്പം ഈ OPECൽ നിന്നും പോകുവാൻ വേണ്ടി അതെല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നിട്ട് അതിനെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അവരും ഒരു പക്ഷേ ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ഇതൊക്കെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരിക്കത്തില്ല. ഒരു പക്ഷേ ചിരകാലമായിട്ട് സൗദിയും UAEയും തമ്മിൽ OPECനകത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചില പൊട്ടിത്തെറികളും ഈ ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഈ പ്രത്യേകിച്ച് കോട്ടയുടെയൊക്കെ കാര്യത്തിൽ. കാരണം ഓരോ രാജ്യത്തിനും കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രാജ്യത്തിന് കൂടുതൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തന്നെയും അവർക്ക് അവരുടെ കപ്പാസിറ്റിക്കൊക്കെ ഒത്തിരി താഴെ പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഈ എണ്ണയുടെ വിലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഇനിയും സൗദിയും UAEയും തമ്മിൽ നമ്മൾ ഈ എണ്ണയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UAEയെ സംബന്ധിച്ച് ഈ പ്രൈസിനകത്തിലുള്ള വിഷയം അവരെ വലിയ ബാധിക്കത്തില്ല. പക്ഷേ സൗദിയെ സംബന്ധിച്ച് എണ്ണയുടെ ക്രൂഡ് ബാരൽ പ്രൈസ് ഡോളർ പെർ ബാരൽ എന്ന് വെച്ചാൽ ഒരു ബാരലിന് ഇത്ര ഡോളർ എന്നുള്ള. അപ്പം നമുക്ക് കൃത്യമായി പറയാനാണെങ്കിൽ അതായത് ക്രൂഡിൻ്റെ വില സൗദിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ UAE സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അവരുടെ എക്കോണമി ഓൾറെഡി ഡൈവേഴ്സിഫൈഡ് ആണ്. എന്നുവെച്ചാൽ അവരുടെ എക്കോണമി അല്ലെങ്കിൽ UAEയുടെ റവന്യൂ അല്ലെങ്കിൽ അവരുടെ GDP മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു 70-75% മുകളിലും നോൺ ഓയിൽ റവന്യൂ ആണ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും UAEയെ സംബന്ധിച്ച് ഓയിലിനെ എന്താണ് പറയുന്നത് അധികം ആശ്രയിക്കേണ്ടി വരത്തില്ല. പക്ഷേ സൗദിയെ സംബന്ധിച്ച് നേരെ വിപരീതമാണ്. അവരുടെ GDP അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ നല്ലൊരു ശതമാനവും ഓയിൽ റവന്യൂവിൽ നിന്നുണ്ടാകുന്നത്. ഈ 80% അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ തന്നെ ഓയിൽ വിറ്റാൽ മാത്രമേ സൗദിയെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻസ് അവർക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരു നിശ്ചിത റേറ്റിൽ ഇപ്പം $80 പെർ ബാരൽ നമ്മൾ കൂട്ടുക. 80 ഒരു 60 to 80. അപ്പോൾ കാരണം 60-നൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ക്രൂഡിൻ്റെ വില പ്രൈസ് പെർ ബാരൽ എന്ന് വെച്ചാൽ ഒരു ബാരലിന് $60 താഴെ പോവുകയാണെങ്കിൽ സൗദിയെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ബജറ്റ് അത് ഇംബാലൻസ് ആകും. ഒരു $80 മുതൽ $80 അല്ലെങ്കിൽ 70, 75, $80 പ്രൈസിനെ പിടിച്ചു നിർത്താൻ കഴിയുകയാണെങ്കിൽ സൗദിയെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് അവരുടെ എന്താണ് പറയുന്നത് സ്റ്റേറ്റിൻ്റെ റവന്യൂ അവർക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ഗവൺമെൻറ്റിന് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അവരുടെ സ്റ്റേറ്റിനെ റൺ ചെയ്യാൻ വേണ്ടി അവരുടെ പ്രോജക്ട്സ് റൺ ചെയ്യാൻ വേണ്ടി അവർക്കുള്ള ചിലവുകൾ നിർവഹിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും മിനിമം ഇത്ര ഈ പറഞ്ഞ നമ്മൾ 80 തന്നെ കാര്യങ്ങൾ ഒരു $80 പെർ ബാരലെങ്കിലും ക്രൂഡിനില്ലെങ്കിൽ സൗദിയെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കി പോകും. കാരണം അവർക്ക് ഓയിൽ റവന്യൂ ആണ് അവരുടെ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ. UAE സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നമില്ല. കാരണം അവരുടെ എക്കോണമി വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്. ടൂറിസം ഉണ്ട്, ട്രേഡുണ്ട്, ബാങ്കിങ് ഉണ്ട്, അങ്ങനെയുള്ള പല സെക്ടേഴ്സ് ഓയിലല്ലാതെ അതല്ല. UAEയിൽ അബുദാബിയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമിറേറ്റ്സ്. മറ്റ് എമിറേറ്റ്സൊന്നും അത്രയും അധികമായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനും ഇല്ല തീർച്ചയായിട്ടും. അപ്പോൾ UAE മൊത്തം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബുദാബിയാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എമിറേറ്റ്സ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ OPEC എമിറേറ്റ്സ് ഓഫ് അബുദാബി ആദ്യം ജോയിൻ ചെയ്തതും തീർച്ചയായിട്ടും നിങ്ങൾ. അപ്പം UAE സംബന്ധിച്ച് അവരുടെ എക്കോണമി ഡൈവേഴ്സിഫൈഡ് ആണ്. കാരണം അവരുടെ റവന്യൂ കൂടുതലും നോൺ ഓയിൽ റവന്യൂ ആണ്. പക്ഷേ സൗദിയെ സംബന്ധിച്ച് അവരുടെ മെജോറിറ്റി റവന്യൂ അവർക്ക് ലഭിക്കുന്നത് ഓയിൽ എക്സ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഓയിൽ എക്സ്പോർട്ട് അവർക്ക് റവന്യൂ പരമാവധി പരമാവധിയല്ല, അവർക്ക് ഭൂരിപക്ഷവും അവരുടെ റവന്യൂ ഓയിൽ എക്സ്പോർട്ട് ചെയ്തായതുകൊണ്ട് ഓയിലിൻ്റെ പ്രൈസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓയിലിൻ്റെ പ്രൈസ് കുറയാതെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് കുറയരുതെങ്കിൽ ഇതിൻ്റെ സപ്ലൈ അവർക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ OPEC എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ രൂപീകരിച്ച് അതിനകത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ജോയിൻ ചെയ്ത് അന്ന് സൗദി വളരെ ഇവരുടെയൊക്കെ ലീഡറായിരുന്നു. വളരെ എന്താണ് പറയുന്നത്, സൗദി എന്നതിലെ പ്രധാനപ്പെട്ട പവർഫുള്ളായിട്ടുള്ള രാജ്യം. അതുകൊണ്ട് സൗദിക്ക് ആ കാലഘട്ടങ്ങൾ 60-കളിലും 70-കളിലും 80-കളിലും 90-കളിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും സൗദിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം സൗദി പവർഫുള്ളായിരുന്നു. അതുതന്നെയല്ല, അന്ന് സൗദിക്കൊക്കെ അമേരിക്കയുടെയൊക്കെ ഹോൾസെയിലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് UAE ഒക്കെ വളർന്ന് വലുതായതുകൊണ്ടും ശക്തി പ്രാപിച്ചതുകൊണ്ടും റിച്ച് ആയതുകൊണ്ടും വെൽത്തി ആയതുകൊണ്ടും UAEക്കും ഇന്ന് അമേരിക്കയിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ലോബി ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ പവറിൻ്റെ ഇക്വേഷൻ അവിടെ ഓൾറെഡി ടോട്ടലി ചേഞ്ച് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് UAEയും സൗദിയും തമ്മിൽ. അപ്പം UAE സംബന്ധിച്ച് ഈ OPECന് വെളിയിൽ വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അല്പം വില കുറവാണെങ്കിൽ UAE സംബന്ധിച്ച് വലിയ വിഷയമില്ല. കാരണം അവർക്ക് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല അവരുടെ എക്കോണമി ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദിക്ക് ഇത് ഒരു വളരെ സിവിയറായിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു ഹിറ്റാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ OPECനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്, സപ്ലൈ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഓരോ രാജ്യത്തിനും പ്രൊഡക്ഷൻ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ആ
കോട്ടയനുസരിച്ച് മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ UAE സംബന്ധിച്ച് ഇത് കാരണം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അതിന് താഴെ മാത്രമേ അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 3.5 മില്യൺ ബാരൽസ് പെർ ഡേ ആണ്. അവർക്ക് ഈ 5 മില്യൺ 2027 ആകുമ്പോഴത്തേക്ക് 5 മില്യൺ ഇത് ഈ 3.5 അല്ലെങ്കിൽ 3.6 എന്നുള്ളത് എന്നുവെച്ചാൽ 3.5 ദശലക്ഷം എന്നാൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി 2027 ആകുമ്പോഴത്തേക്ക് 5 ദശലക്ഷമാക്കാനുള്ള പദ്ധതിയിൽ ആ പ്രോജക്റ്റിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം $150 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ 2027 ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ 3.5 എന്നുള്ളത് അവരുടെ ഒപ്പക്കിൻ്റെ കോട്ട അനുസരിച്ചാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് അവരുടെ ഇഷ്ടമനുസരിച്ച് ഈ പറഞ്ഞ 5 മില്യൺ ബാരൽസ് പെർ ഡേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒപ്പക്കിലെ മെമ്പറായിട്ട് അവർക്കത് പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ റവന്യൂവിനെ, അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ സ്വതന്ത്രമായി അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണ് നമ്മുടെ സോവറിൻറ്റി എന്നൊക്കെ നമ്മൾ അതിൽ പരമാധികാരം അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി അവർക്ക് തീർച്ചയായിട്ടും അതൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഒപ്പക്കിന് വെളിയിൽ വന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ 5 മില്യൺ ബാരൽസ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് അനുസരിച്ച് അവർക്ക് എണ്ണ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഏറ്റവും അവരോട് അടുപ്പമുള്ളതുകൊണ്ടും ബ്രിക്സിലെ മെമ്പറൊക്കെ ആയതുകൊണ്ടും അവർക്ക് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ എണ്ണ വിൽക്കുകയും അതിൽ അവർക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ റിസോഴ്സിനെ മോണിറ്റൈസ് ചെയ്യാൻ അവരുടെ താല്പര്യപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു തീരുമാനം UAE എടുത്തിരിക്കുന്നത്. OPEC-ൽ നിന്നും നാളെ മുതൽ അവർ പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് UAE-യുടെ ഒരു വേർഷൻ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വേറെ നമുക്കറിയാം റീജിയണൽ പൊളിറ്റിക്സിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ചില അടിയൊഴുക്കുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.